ആലപ്പുഴയിലെ മാവേലിക്കരയിലാണ് ഈ പാലം അരുൺ. ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അച്ഛൻ കോവിലാറിന് കുറുകെയുള്ള പാലമാണ് നിർമ്മിച്ചത്. വലിയ ഒഴുക്കുള്ള പുഴയാണ് അച്ഛൻ കോവിലാർ. അങ്ങനെ 15 ഗർഡറുകളായിട്ടാണ് ആ പാലം നിർമ്മിച്ചത്. അവസാനത്തെ ഗർഡറുകൾ നിർമ്മിക്കാനുള്ള കോൺക്രീറ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി വരുമ്പോഴാണ് അപ്പാടെ അത് തകർന്ന് വെള്ളത്തിലേക്ക് വീഴുകയുണ്ടായത്. 7 പേർ അന്ന് വെള്ളത്തിലേക്ക് വീണു. 5 പേർ നീന്തി കയറി, 2 പേർ നിർഭാഗ്യവശാൽ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു അരുൺ. ഗുരുതരമായ വീഴ്ച കരാറുകാരന് ഉണ്ടായി എന്ന കണ്ടെത്തലാണ് ആ പൊതുമരാമത്ത് വകുപ്പിലെ വിജിലൻസ് വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായത്. ഇന്നലെ രാവിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ആ റിപ്പോർട്ട് കൈമാറിയിട്ടുമുണ്ട്. ആ ചീഫ് ടെക്നിക്കൽ എക്സാമിനറാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇന്നലെ പൂർത്തിയാക്കിയത്. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും മൊഴി ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വിജിലൻസിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ അവർ പരിശോധിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയത്. വല്യത്ത് ഇബ്രാഹിം കുട്ടി എന്നു പേരുള്ള കരാറുകാരന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ.